Glory to the Father in heaven. Glory to the Lord Jesus. And glory to your Holy Spirit. അങ്ങേക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഈ ജനത്തിൻ്റെ മേൽ ഒരു അത്ഭുത ശക്തി ഇറങ്ങി വന്ന് ഇവരെല്ലാം നിറയട്ടെ, എല്ലാവരുടെ മേലും നിറയട്ടെ അത്ഭുത ശക്തി. The supernatural power may come upon you, may fall upon you. നിന്റെ മേൽ ഇറങ്ങി വരട്ടെ, നിന്റെ ആത്മാവിലേക്ക് ചൂഴ്ന്നിറങ്ങട്ടെ, നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഇറങ്ങി വന്ന് നിറയട്ടെ, നിന്റെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് നിറയട്ടെ, നിന്റെ ശരീരത്തിൽ ഇറങ്ങി നിറയട്ടെ. The mighty power of the Holy Spirit. Spirit in Jesus. Spirit in Jesus. Spirit in Jesus. That is fire. Hallelujah, glory. Hallelujah, glory. Hallelujah. നിന്റെ മേൽ ഇറങ്ങി നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. നിന്റെ ആത്മാവ് ഉണരട്ടെ, നിന്റെ അഭിഷേകം ഉണരട്ടെ, ശക്തി പ്രാപിക്കട്ടെ, ശക്തരാകട്ടെ, കരുത്തരാകട്ടെ, ധീരരാകട്ടെ. എല്ലാ കെട്ടുകളും ബന്ധങ്ങളും തകരട്ടെ, സ്വതന്ത്രരാകട്ടെ, എല്ലാ ആധിപത്യങ്ങൾ വിട്ടും മാറട്ടെ, എല്ലാ അടിമകൾ വിട്ടും മാറട്ടെ, അശുദ്ധാത്മാക്കൾ പുറത്തു പോകട്ടെ, വിട്ടും മാറട്ടെ. സഭ കുടീരങ്ങൾ തുറക്കപ്പെടട്ടെ, കളറുകൾ തുറക്കപ്പെടട്ടെ, അടിമകൾ കീഴടങ്ങട്ടെ, എല്ലാ ശുദ്ധാത്മാക്കളും വിട്ടും മാറട്ടെ. ഈ ജന സ്വതന്ത്രമാകട്ടെ, ഈ ജന സ്വതന്ത്രരാകട്ടെ, ഇവർ സ്വതന്ത്രരാകട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം ഉള്ളവരാകട്ടെ. ശരീരത്തിൻ്റെ സൗഖ്യം, ആത്മാവിൻ്റെ സൗഖ്യം, ഹൃദയത്തിൻ്റെ സൗഖ്യം, മനസ്സിൻ്റെ സൗഖ്യം. Be free, be free and be free. സകല തലമുറകളും യേശുവിനെ കർത്താവായി സ്വീകരിക്കട്ടെ. എല്ലാ കഴിഞ്ഞുപോയ തലമുറകളും യേശുവിനെ കർത്താവായി സ്വീകരിക്കട്ടെ. യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. തലമുറകളെ, പിതാക്കന്മാരെ, ആത്മാക്കളെ, പിതാവിന്റെ വചനം കേൾക്കുക, യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. Believe in the name of Jesus Christ of Nazareth, you and your household will be saved, will be saved, will be saved. Believe in the name of Jesus Christ of Nazareth. തന്നെ ശ്രദ്ധിക്കട്ടെ, കേൾക്കപ്പെടുത്താൻ ശ്രദ്ധിക്കട്ടെ. Glory, hallelujah, glory, hallelujah, glory, hallelujah, glory, hallelujah. ഞാൻ വയനാട്ടിലേക്ക് വന്നപ്പോൾ യാത്ര വണ്ടിയിൽ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ വചനം വരികയാണ്. എസെക്കിയേൽ 37 വചനം, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തും. ആ നിമിഷം വളരെ പെട്ടെന്ന് എൻ്റെ മുമ്പിലേക്ക് പെട്ടെന്ന് ഓർത്തത് ഈ പറയുന്ന ഇവിടെയുള്ള അനേകം ശവകുടീരങ്ങളാണ്, കല്ലറകൾ, യഹൂദന്മാരെ സംസ്കരിച്ച കല്ലറകൾ. നോക്കണം, പരിശുദ്ധാത്മാവിൻ്റെ മാധുര്യമേറിയ പ്രവൃത്തി. ഇവരിവിടെ സംസാരിച്ച് ഇവിടെ പ്രാർത്ഥിച്ചൊരു കാര്യം ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്തത് ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ ഈ വയനാടിൻ്റെ മല കയറുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തരികയാണ്. ഞാൻ നടത്തേണ്ട ശുശ്രൂഷ അതാണ്. ആമേൻ, ഹല്ലേലൂയ. അത് അഭിഷേകത്തിൻ്റെ മഹത്വമാണത്. നിങ്ങൾ സന്തോഷമുള്ളവരാണോ? വയനാടുകാരും കണ്ണൂരുകാരും കോഴിക്കോടുകാരും ഇന്ന് തിരുവനന്തപുരം വരെയുള്ള ആൾക്കാരുടെ ഉണ്ട്. ഒത്തിരി സന്തോഷം. തീർച്ചയായിട്ടും നമ്മൾ ഒരു കുടുംബമായിട്ട് ഒരേ സ്നേഹത്തിലും ഒരാത്മാവിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ വരുന്ന ദൈവത്തിൻ്റെ
മഹത്വം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണത്. കാരണം താൻ വിളിച്ചൊരു ജനം, തനിക്ക് വേണ്ടി വിശ്വസ്തനായിട്ട് നിന്നൊരു ജനം, ഒരു സ്നേഹത്തോടെ ഐക്യത്തോടെ പല ദേശങ്ങളിലും ദിക്കുകളിലും കടന്നു വന്ന് അവർ ഒരേ ആത്മാവിൽ ദൈവത്തെ വിളിക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ മാത്രമല്ല, സ്വർഗം മുഴുവൻ സന്തോഷിക്കുന്ന ഒരു നിമിഷമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സന്തോഷിക്കാം, നമുക്ക് അഭിമാനിക്കാം. നാം ഓരോരുത്തരും കർത്താവിൻ്റെ അഭിഷേകത്തെ സ്വീകരിച്ച അഭിഷേകത്തിൻ്റെ വാഹക പാത്രങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാലമെല്ലാം നമ്മളെ സംരക്ഷിച്ച് പരിപാലിച്ച പരിശുദ്ധ കന്യകാമറിയം നിങ്ങൾ ഓരോരുത്തരെയും, ലോകത്തിൻ്റെ കാറ്റ് നിങ്ങൾക്കെതിരായി വീശിയപ്പോൾ, അഗ്നിശോധനയെ നിങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ, അഗ്നിപരീക്ഷ ഉണ്ടായപ്പോൾ, വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ, സമൂഹത്തിൽ അപമാനിക്കപ്പെട്ട് അവഹേളിക്കപ്പെട്ട് തിരസ്കരിക്കപ്പെട്ടപ്പോൾ, എല്ലാം കർത്താവിനെ നോക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ഉണർവ് നൽകി, പ്രചോദനം നൽകി. നിങ്ങൾ കർത്താവിനെ നോക്കി, നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് കർത്താവിൻ്റെ നാമത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചു. ഇന്ന് അവിടുത്തെ മുമ്പിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ജനതയായിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഒരു വലിയ, ഇന്നലെ ഞാൻ പറഞ്ഞു, സ്പിരിച്വൽ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഇന്ന് വയനാട്ടിൽ നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രകമ്പനം നമ്മൾ കണ്ടു. അത് കല്ലറകൾ വരെ തുറന്ന് നഷ്ടപ്പെട്ട് കിടന്ന കോടിക്കണക്ക് ആത്മാക്കളെ വീണ്ടെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ലോകത്തിൽ ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്ത വലിയ വീര്യ പ്രവൃത്തികൾ. യോഹന്നാൻ സുവിശേഷം 14:10 ഈശോ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതുകൊണ്ട്, ആദ്യം ഈശോ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കാൻ ഞാൻ ചെയ്ത പ്രവൃത്തികൾ ചെയ്യും. എന്നാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും ചെയ്യും. സ്പിരിറ്റിനെ കൂടെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനേക്കാളും വലിയ പ്രവൃത്തികളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ഉണർവുള്ളവരായി, നിങ്ങൾ കത്തുന്ന തീ ജ്വാലകളായി, തീബന്ധങ്ങളായി നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഇടവകയിൽ, നിങ്ങളുടെ ദേശങ്ങളിൽ നിങ്ങൾ ഉയർന്നു നിൽക്കണം. അന്ധകാരത്തിൽ കിടക്കുന്ന ജനം നിങ്ങളെ തേടി വരണം. ഇവൻ്റെ കൂടെ കർത്താവുണ്ട്, ഇവിടെ കൂടെ കർത്താവുണ്ട് എന്ന് മറ്റവനും പറയത്തക്കവണ്ണമുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികൾ സംഭവിക്കാൻ തക്കവണ്ണം നിങ്ങൾ അഭിഷേകത്തെ നിങ്ങൾ സ്വതന്ത്രമാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനത്തിൽ കർത്താവിൻ്റെ ഒരു വചനം വാഗ്ദാനമുണ്ട്. റോമാലേഖനം 8:1 വചനം, ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം തന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്നും സ്വതന്ത്രനാക്കിയിരിക്കുന്നു. എന്നിട്ട് പറയാം, ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്നിട്ട് പറയും, ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ വചനം പറഞ്ഞത്? യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നത് ശിക്ഷാവിധിയില്ല. അപ്പോൾ നമ്മൾ ചോദ്യമാണ്, നീ യേശുവിനോട് ഐക്യപ്പെട്ടവനാണോ? സ്പിരിച്വൽ ഓരോ അഭിഷേകം സ്വീകരിച്ച മക്കളും യേശു ക്രിസ്തുവിനോട് എന്നും എപ്പോഴും ഐക്യപ്പെട്ടവരായിരിക്കണം. അവർക്ക് ശിക്ഷാവിധി ഒരിക്കലും ഉണ്ടാകില്ല. ഇതാണ് നമ്മുടെ വാഗ്ദാനം, നമ്മുടെ ഉറപ്പ്. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നാം യേശുവോട് ഐക്യപ്പെട്ട് ജീവിക്കണം. എങ്ങനെ യേശുവോട് ഐക്യപ്പെട്ട് ജീവിക്കും? നിങ്ങൾ എങ്ങനെയാണ് യേശുവോട് ഐക്യപ്പെട്ട് ജീവിക്കുക? ഉത്തരം പറയേ. എങ്ങനെ നിങ്ങൾ യേശുവുമായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കണം? വചനമനുസരിച്ചുകൊണ്ടാണ്. വിശ്വസിച്ച് വചനമനുസരിച്ച് വിശുദ്ധമായിട്ട് ജീവിച്ചാൽ ഒരുവന്റെ മേൽ ശിക്ഷാവിധി ഇല്ല. ഈ ഭൂമി കാണുന്ന സ്പിരിറ്റിന്റെ മക്കളൊക്കെ യേശുവുമായിട്ട് ഐക്യപ്പെട്ട് വിശുദ്ധമായിട്ട് ജീവിച്ച് നാളെ സ്വർഗത്തിൽ നമുക്കും ഇതുപോലെ ഒരു കൂട്ടായ്മ ആചരിക്കാൻ സാധിക്കണം. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിക്കുന്നു ഇതുപോലെ നിങ്ങളെല്ലാം അവിടെ കാണാനായിട്ട്. നിങ്ങൾ എന്നെ കാണാൻ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. ഇവരുടെ ഒരു വലിയ വാഗ്ദാനമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ. കാരണം ഞാൻ പറയാം, ഈ ലോകത്ത് ഇത്രമാത്രം ക്രൈസ്തവരുണ്ട്,
പക്ഷെ നാമമാത്ര ക്രൈസ്തവരാണ് ഈ ഭൂമിയിലുള്ളവര്. സ്വർഗരാജ്യം സ്വന്തമാക്കണമെങ്കിൽ ഒരുവന് ഈ അഭിഷേകം കൂടിയേ തീരൂ, സ്പിരിറ്റിന്റെ അഭിഷേകം കൂടിയേ തീരൂ. അത് നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷെ അതുകൊണ്ടാണ് ലോകം ഇതിനെ എതിർത്തത്. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട മുദ്രയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മുദ്രയാണ് സ്പിരിറ്റ് എന്ന നാമം. ഈ നാമത്തിൽ വിശുദ്ധമായിട്ട് ജീവിച്ചവരെ ഈ ഭൂമിയിൽ നിന്നും അവൻ വേർപെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ് സ്വർഗത്തിൽ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൂട്ടിച്ചേർക്കപ്പെടും. ഇതൊരു ഗ്യാരണ്ടിയാണ്, ഇത് സ്പിരിറ്റിന്റെ ഗ്യാരണ്ടിയാണ്. പക്ഷേ ഈ ലോകത്തിലെ ഒരു ക്രൈസ്തവനും ഗ്യാരണ്ടി ഇല്ല, ഒരു കത്തോലിക്കിന് ഗ്യാരണ്ടി ഇല്ല. ഇത്ര കോടിക്കണക്കിന് മനുഷ്യരുള്ള ഭൂമിയിൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും മരിച്ചു കഴിയുമ്പോൾ ഉറപ്പോടെ പറയാൻ പറ്റും എൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പോകുമെന്ന്? എന്നാൽ സ്പിരിറ്റിന്റെ അഭിഷേകം, ഇത് അഭിഷേകമായതുകൊണ്ട് വചനത്തെ ജീവിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മളെ പരിശീലിപ്പിക്കുന്നു, നമ്മളെ വചനത്തിൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ച് നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തമാക്കി മാറ്റി, നമ്മൾ ദൈവത്തിൻ്റെ രാജ്യമാക്കി നമ്മളെ മാറ്റി. ഈ ഒരു ഉറപ്പ് നമുക്കില്ല എങ്കിൽ നമ്മുടെ അധ്വാനം വ്യർത്ഥമാണ്, നമ്മുടെ ഓട്ടം വെറുതെയാണ്. പക്ഷെ നമുക്കൊരു ഉറപ്പുണ്ട്, ഈ ഒരു ഉറപ്പുണ്ട്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് സ്വർഗരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ, അത് കണ്ടറിയുവാൻ, അത് ഒരുപക്ഷെ അതുങ്ങളുടെ ആത്മീയ കണ്ണുകളിൽ കാണുവാനായിട്ട്, ജീവിതത്തിൽ ആത്മാവിൽ അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറ്റിച്ചേർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ആത്മാവുമായി ഒട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. അവസാന നിമിഷം വരെയും നിനക്ക് നൽകപ്പെട്ട അഭിഷേകം നിന്നെ സഹായിച്ചുകൊണ്ടേയിരിക്കും. പാപത്തോട് മല്ലിടുവാൻ, പാപത്തെ എതിർക്കുവാൻ, പാപത്തെ തോൽപ്പിച്ചു കളയുവാൻ അഭിഷേകം നിന്നെ സഹായിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും നീ അഭിഷേകത്തെ കൈവിടരുത്. ഒരിക്കലും നീ അഭിഷേകത്തിൽ നിന്നാകുന്നു മാറിപ്പോകരുത്. ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടുള്ള എല്ലാ അഭിഷേകങ്ങളുടെയും വലിയ ശക്തിയുടെ അധികാരത്തിൻ്റെ അഭിഷേകമാണ് സ്പിരിറ്റിന്റെ അഭിഷേകം. അത് മോശയുടെ അഭിഷേകത്തെക്കാളും എലിയയുടെ അഭിഷേകത്തെക്കാളും അതിനേക്കാൾ എല്ലാം ഉന്നതവും ഉയർന്നതുമാണ്. കാരണം അത് യേശുക്രിസ്തുവിന്റെ അഭിഷേകമായതുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ പുത്രനെ നയിച്ച അഭിഷേകം. അപ്പോൾ വചനം പറയാണ്, ആ യേശുവിനോട് നീ ഐക്യപ്പെട്ട് ജീവിക്കുന്നെങ്കിൽ, നീ വിശ്വാസത്തിലും വിശുദ്ധിയിലും വചനത്തിലും ദൈവത്തിന്റെ വചനം അനുസരിച്ചുകൊണ്ട് നീ ഐക്യപ്പെട്ട് ജീവിക്കുന്നെങ്കിൽ നിന്റെ മേൽ ശിക്ഷാവിധി ഇല്ല. ഒരുവന് മേൽ ശിക്ഷാവിധി ഉണ്ട് എങ്കിൽ എങ്ങനെ അനുഗ്രഹങ്ങൾ പ്രാപിക്കും? ഈ അനുഗ്രഹമെല്ലാം നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുകയല്ലേ. അബ്രാഹാമിന്, ഇസ്ഹാക്കിന്, യാക്കോബിന് കൊടുത്തിട്ടുള്ള എല്ലാ സാമ്പത്തിക അനുഗ്രഹങ്ങൾ, ഭൗതിക അനുഗ്രഹങ്ങൾ, എല്ലാ വാഗ്ദാനങ്ങൾ പ്രാപിച്ചെടുക്കാൻ ഇന്ന് ഭൂമിയിൽ മനുഷ്യരില്ല. ഗലാത്യർ 3:14 വചനം പറഞ്ഞിട്ടുണ്ട്, അബ്രാഹാമിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തുവിലൂടെ വിജാതിയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. യേശു നമ്മെ പ്രതി ശപിക്കപ്പെടാനായി കുരിശിൽ മരിച്ചത്. യേശു നമ്മെ പ്രതി ശപിക്കപ്പെടാനായി കുരിശിൽ മരിച്ച് നിയമത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ചു. നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് എൻ്റെ പിതാക്കന്മാര് ദൈവത്തിന്റെ നിയമം ലംഘിച്ചപ്പോൾ അത് പാപമായി മാറിയെങ്കിൽ അവരുടെ മക്കളുടെ ജീവിതത്തിൽ അത് ശാപമായിട്ട് മാറി. എൻ്റെ വലിയമ്മമാർ ചെയ്തു പോയ പാപങ്ങൾ അവർക്ക് പാപങ്ങളായിരുന്നുകൊണ്ട് അവർ ബന്ധനത്തിൽ നഷ്ടപ്പെട്ടവരുമായിട്ട് മാറി. അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും അത് പാപവും ശാപവുമായിട്ട് മാറി. ഇത് ഞാൻ ദുരിതവും പീഡവും ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. വാഗ്ദാനമെല്ലാം ബൈബിളിലുണ്ട്, പക്ഷെ ഒന്നും പ്രാപിക്കാൻ പറ്റുന്നില്ല. അബ്രാഹാമിന് ലഭിച്ച അനുഗ്രഹം, ഇസ്ഹാക്കിന് കൊടുത്ത അനുഗ്രഹം, യാക്കോബിന് കൊടുത്ത വാഗ്ദാനങ്ങൾ എല്ലാം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ഒരു വ്യവസ്ഥയുണ്ട്. നീ നിന്റെ കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കണം. നീ വചനം അനുസരിച്ചാൽ ഇതെല്ലാം നിനക്ക് ലഭിക്കും. നിയമാവർത്തനത്തിൽ എല്ലാം വ്യക്തമായിട്ട് മോശം പഠിപ്പിക്കുകയാണ്. ആ നിയമാവർത്തനം മുഴുവൻ പഠിപ്പിക്കുന്നത് നീ ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് ലഭിക്കും, സ്വന്തമാക്കാം. നിങ്ങൾക്കുന്ന പ്രിയ മക്കളെ, ഈ വാഗ്ദാനം നമുക്കുള്ളപ്പോൾ നമുക്ക് എന്തുകൊണ്ട് പ്രാപിച്ചെടുത്തുകൂടാ? നമ്മൾ ദരിദ്രരായിട്ട് ജീവിക്കേണ്ടവരല്ല, നമ്മൾ ജനിക്കപ്പെട്ട് ജീവിക്കേണ്ടവരല്ല. നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ വരും തലമുറകളും സാമ്പത്തിക മേഖലയിൽ അനുഗ്രഹം പ്രാവശ്യരായിട്ട് ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിൽ മാത്രമല്ല, സമ്പത്തിന്റെ അനുഗ്രഹത്തിലും നാം അനുഗ്രഹിക്കപ്പെട്ട ജനതയായിട്ട് മാറണം. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിൽ തീരുമാനമെടുത്ത്, അങ്ങനെ പ്രകാരം ഒരു തീരുമാനമെടുത്ത്
എനിക്കിങ്ങനെ ജീവിച്ചാൽ പോരാ. കാരണം എൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്, ദൈവത്തിൻ്റെ വിളി എനിക്ക് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും ജോസഫിനും ദാവീദിനും കൊടുത്ത അനുഗ്രഹങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാപിക്കാൻ എനിക്കും അവകാശമുണ്ട്. എൻ്റെ കടഭാരങ്ങളിൽ നിന്ന്, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്ന് എനിക്ക് വിടുതൽ വേണം. ഒരു നിമിഷം എഴുന്നേറ്റിരിക്കുക, കൈകൊടുത്ത് പിടിക്കുക സ്വർഗത്തിലേക്ക്. ഹൃദയത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം യേശുവിടെ ഐക്യപ്പെട്ട് ജീവിക്കാൻ, അവിടുത്തെ വചനപ്രകാരം വിശുദ്ധമായിട്ട് ജീവിക്കാൻ, പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനമെടുക്കാം. അങ്ങനെ ജീവിക്കുന്ന ലഭിക്കുന്ന വാഗ്ദാനമായ അബ്രഹാത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും കിട്ടിയ അനുഗ്രഹങ്ങൾ പിതാവേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്പിരിറ്റ് അഭിഷേകത്തിലൂടെ എൻ്റെ മേൽ അവിടുന്ന് പകരണമേ. എല്ലാ ശിക്ഷാവിധിയിൽ തന്നെ വിട്ടുവീക്കണമേ. പാപത്തിന്റെ, ശാപത്തിന്റെ, ശിക്ഷയുടെ, ദുരിതങ്ങളുടെ, നാശത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് എന്നെ വിട്ടുവീക്കണമേ. എന്നെ വിട്ടുവീക്കണമേ. എന്നെ വിട്ടുവീക്കണമേ. എന്നെ അനുഗ്രഹിക്കണമേ. എന്നെ അനുഗ്രഹിച്ച് ഉയർത്തണമേ. ആത്മാവിലും അഭിഷേകത്തിലും സാമ്പത്തിക അനുഗ്രഹത്തിലും എന്നെ അനുഗ്രഹിച്ച് ഉന്നതനാക്കണമേ, ഉയർത്തണമേ. തന്നെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഗ്ലോറി, ഹല്ലേലൂയ. സ്തുതിക്കുന്നപ്പോൾ നന്ദി, സ്തോത്രം, അങ്ങേയ്ക്കും മഹത്വം. ഇരു കരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾ, വാഗ്ദാനങ്ങൾ സ്വന്തമാക്കാൻ ഈ ഭൂമുഖത്ത് ആരുമില്ലാതിരിക്കെ ദൈവമേ ഇതാ ഇന്ന് സ്പിരിറ്റിന്റെ അഭിഷേകത്തിൽ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പിതാവേ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഓരോ വാഗ്ദാനങ്ങളും ആത്മാവിൽ വീണ്ടും ജനിച്ച് എനിക്ക് നൽകണമേ. എൻ്റെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റണമേ കർത്താവേ. എൻ്റെ ദേശത്ത്, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഇടവകയിൽ, ഞാൻ ആയിരിക്കുന്ന ദേശത്ത് ഞാൻ യേശുവിൻ്റെ സാക്ഷിയായിരിക്കട്ടെ. ആത്മാവിൽ മാത്രമല്ല ഭൗതിക സമ്പത്തിലും ദൈവം അവരെ അനുഗ്രഹിച്ചുവെന്ന് അയൽവാസികൾ പറയത്തക്കവണ്ണം വലിയ അനുഗ്രഹങ്ങൾ കടന്നു വരുമാറാകട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. നീ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നീ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നീ നിന്റെ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ സമ്പത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ ജീവിത വരുമാനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. കർത്താവിന്റെ അഭിഷേകത്തെ സ്നേഹിക്കുക, അഭിഷേകത്തിന് നയിക്കാൻ അനുവദിക്കുക. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിരിക്കും. കർത്താവേ പ്രാർത്ഥിക്കുകയാണ്. യേശു ലോകത്തിലേക്ക് വന്നപ്പോൾ വചനം പറയുന്നുണ്ട്, യോഹന്നാൻ 1:10 വചനത്തിൽ, അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനെ സ്വീകരിച്ചില്ല. അവൻ സ്വജനത്തിനടുക്കിലേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. എന്നാൽ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം അവർക്കെല്ലാം തന്നെ മക്കളാകാനുള്ള കൃപ നൽകി. തന്നെ വിശ്വസിച്ചവർക്കെല്ലാം, തന്നെ സ്നേഹിച്ചവർക്കെല്ലാം, സ്വീകരിച്ചവർക്കെല്ലാം അവൻ ദൈവമക്കളാകാനുള്ള കൃപ നൽകി, കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. ഈ ഒരു സ്പിരിറ്റ് ജനിച്ചത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്. ദൈവത്തിൻ്റെ വചനം എന്ന വിധിൽ നിന്നാണ് നീ വീണ്ടും ജനിച്ചത്. അപ്രകാരം ജനിച്ചതുകൊണ്ടാണ് നിന്റെ മേൽ കർത്താവിൻ്റെ അഭിഷേകം, ഈ പരിശുദ്ധ അഭിഷേകം കടന്നു പോകുന്നത്. നീ ദൈവത്തിൻ്റെ ആത്മാവിൽ നയിക്കപ്പെടണം. നീ ദൈവത്തിൻ്റെ വചനത്താൽ നയിക്കപ്പെടണം. അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവനായി യേശുവിനെ സാക്ഷിയായിട്ട് ജീവിക്കണം. നീ ലോകത്തിന് വെളിച്ചമായി ജീവിക്കണം, പ്രകാശമായിട്ട് ജീവിക്കണം. അഭിഷേകത്തെ സ്നേഹിക്കുക, സ്പിരിറ്റിനെ സ്നേഹിക്കുക, സ്പിരിറ്റിനെ അനുസരിക്കുക, സ്പിരിറ്റിനെ ആദരിക്കുക, സാക്ഷിയായിരിക്കുക. നീ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും.
ചേർന്ന് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ഇരുന്നുകൊള്ളുക. രണ്ടാമത്തെ വചനമാണ് 8:2 വചനം റോമ. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്നും സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഇത്ര വലിയ ഗ്യാരണ്ടിയാണിത്. എന്നിട്ട് പറഞ്ഞേ, എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ സാക്ഷ്യപ്പെടുത്തിയ സഹോദരൻ ബേബിച്ചൻ, അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ആരോഗ്യവും ആയുസ്സും തന്നാൽ ഇനിയുള്ള ജീവിതം ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കാം. ആ പ്രാർത്ഥന ദൈവം കേട്ടു. അദ്ദേഹം പറഞ്ഞു വരാൻ ആഗ്രഹിച്ചതല്ല, പക്ഷേ നിർബന്ധം കൊണ്ട് വന്നതാണ്. പക്ഷെ കർത്താവിനെ സൗഖ്യപ്പെടുത്തി. ആ വചനമാണ്, എന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്നും സ്വതന്ത്രനാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പറയണം, യേശുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം എന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്നും സ്വതന്ത്രനാക്കി എന്ന് നിനക്ക് പറയാൻ പറ്റുമോ? നീ പറയുമോ? കാരണം നിനക്ക് ലഭിച്ച വിടുതൽ അതല്ലേ, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിലുള്ള വിടുതൽ. അതാണ് നിനക്ക് ലഭിച്ച ജീവാത്മാവിൻ്റെ നിയമം വഴി ലഭിച്ച വിടുതൽ. എന്നിട്ട് പറഞ്ഞേ, യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം എന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ബന്ധനത്തിൽ നിന്നും സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്പിരിറ്റിന്റെ അഭിഷേകം എന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു, സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ഈ ജീവാത്മാവിൻ്റെ നിയമം? ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ മനുഷ്യൻ ഞാൻ പറഞ്ഞത് സ്പിരിറ്റിന്റെ അഭിഷേകം എന്ന് പറഞ്ഞു. എന്താണ് ജീവാത്മാവിൻ്റെ നിയമം? ആ നിയമം എന്താണ് എന്ന് അതേ അധ്യായത്തിൽ 10-ാമത്തെ വചനം റോമ 8:10. എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ നീതി നിമിത്തം നിങ്ങളുടെ ആത്മാവ് ജീവനുള്ളതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ 2 നിയമങ്ങളുണ്ട്. ഒന്നാമത്തെ നിയമം ഇതാണ്, നിന്റെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും. എന്നിട്ട് പറഞ്ഞേ, എൻ്റെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട് എങ്കിൽ എൻ്റെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. അപ്പോൾ ആദ്യം എന്താണ് പറഞ്ഞത്? ശരീരം പാപം നിമിത്തം മൃതമാണ്. എന്താ മൃതം എന്ന് പറഞ്ഞാൽ മരിച്ചതാണ്. എൻ്റെ ശരീരം എൻ്റെ പാപങ്ങൾ മൂലം, തലമുറയുടെ പാപങ്ങൾ മൂലം മൃതാവസ്ഥയിലാണ്, മരിച്ച അവസ്ഥയിലാണ്. നിരന്തര രോഗങ്ങളും വേദനകളുമാണ്. അങ്ങനെയാണെങ്കിൽ പോലും, മൃതമാണെങ്കിൽ പോലും, എന്താ അടുത്തവന് പറയുന്നത്? ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടോ? എന്താണ് ഉറപ്പ്? എന്താണ് ഉറപ്പ്? ക്രിസ്തുവിന്റെ വചനം നിന്റെ ഉള്ളിലുണ്ടോ? ക്രിസ്തുവിന്റെ വചനം നിന്നിൽ ജീവിക്കുന്നുണ്ടോ? ക്രിസ്തുവിന്റെ വചനം നിന്റെ ഹൃദയത്തിൽ മാംസം ധരിച്ചിട്ടുണ്ടോ? അതാണ് ക്രിസ്തു ഉണ്ടാകേണ്ടത്. ഈ കഴിഞ്ഞ ഡിസംബർ 25-ാം തീയതി ഞാൻ ക്രിസ്മസ് ദിവസമാണ്, ഞാനന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഹൃദയം ഉരുകി പ്രാർത്ഥിക്കുകയാണ്, മാതാവേ, അങ്ങ് ഈശോയെ ലോകത്തിന് തന്നു, അതേ ഈശോയെ എനിക്ക് നൽകണമേ. എൻ്റെ ആത്മാവ് അങ്ങനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചത്. അതേ ഈശോ എൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ എനിക്ക് നൽകണമേ. അത് ഇന്ന് രാവിലെ ഞാൻ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മേ, അവിടുന്ന് വചനത്തെ മാംസം ധരിപ്പിച്ച് ദൈവത്തിൻ്റെ പുത്രനെ ലോകത്തിന് തന്നു, ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ആ ലോകത്തിന് രക്ഷയ്ക്ക് കാരണമായിട്ട് മാറിയെങ്കിൽ അതേ പുത്രനെ ഇന്ന് എൻ്റെ അമ്മേൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്നതിനായിട്ട് എനിക്ക് നൽകണമേ. അവിടുത്തെ വചനം മാംസം ധരിക്കപ്പെട്ടവനായി എൻ്റെ ഹൃദയത്തിൽ യേശു ജീവിക്കണം. അത് ജ്ഞാനമേ എനിക്ക് നൽകണമേ.
യേശുവിന്റെ ഹൃദയത്തിൽ ജീവിക്കട്ടെ. യേശു ജീവിക്കുമ്പോഴാണ് ഞാനും ജീവിക്കുന്നത്. ഇവിടെ വചനം മാംസം ധരിക്കപ്പെടുന്നുവോ അവിടെ ദൈവത്തിന്റെ പുത്രൻ ഉണ്ടായിരിക്കും, യേശു ക്രിസ്തു ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.